മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത്. ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണ്. നിവേദനമാണേ അങ്ങോട്ട് കൊടുത്തേക്കടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം. താൻ ധൈര്യമായിട്ട് പൊക്കോ. അവന്റെ അമ്മയുടെ ഒരു നിവേദനം. ഇതുവരെ എത്ര ആയടോ? 4.4 ലക്ഷം. അയ്യോ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇന്ന് വൈകുന്നേരത്തിനകം 10 തികഞ്ഞില്ലെങ്കിൽ 4 വിമതന്മാര് ചാടിപ്പോകൂടോ. അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ. നമസ്കാരം. ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. ഒരുത്തനാണെങ്കിൽ ഹിസ്റ്ററി, ആ ചുഴലിദീനം. 2 പേർക്ക് പൊക്കവില്ല. വേറൊരുത്തന്റെ കാലാണെങ്കിൽ ദേ ഇങ്ങനെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞിരുന്ന കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോ ഞാൻ ഇത്രയും കാലം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് വെറുതെ ആയെന്നാണ് തോന്നുന്നത്. ഒരു മന്ത്രിയെ കല്ലെറിഞ്ഞു വന്നാൽ ഈ വ്യവസ്ഥിതി മാറുമോ? കിടപ്പാടം പോയവന് പട്ടയം കിട്ടുമോ? വെടികൊണ്ട് മരിച്ചവർ തിരിച്ചു വരുമോ? സ്ത്രീകളുടെ പോയ മാനം തിരിച്ചു കിട്ടുമോ? കിട്ടുമോന്ന് എങ്കിലറിഞ്ഞോ? കൊന്നോ? ഞാനും വരാം. ഒരുമാതിരി മുട്ടാപ്പൊക്കെ പറയാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ പഴയ ഫ്രണ്ട്സാണ്. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അവസാനം ഇവിടെ വന്നൊന്ന് കരഞ്ഞു. നിങ്ങൾ അങ്ങ് ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ ആരാ? യേശു ക്രിസ്തു. ജയ, നിങ്ങളുടെ അറിവ് എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മഹിയും ജയനും പഴയ സുഹൃത്തുക്കളാണ്. ആ പേഴ്സണൽ റിലേഷൻസും പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എനിക്കുള്ള റിലേഷൻസ് അവനും ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെട്ടത്. സ്വയം രക്ഷപ്പെട്ടതല്ലല്ലോ, അവൻ രക്ഷിച്ചതല്ലേ. ഇനിയിപ്പോ അവന്റെ കാരണത്തിലാ നമ്മുടെയൊക്കെ ജീവിതം. കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയായി. ജയ, ഇന്നല്ലെങ്കിൽ നാളെ ഈ തെറ്റിന് നമ്മളൊക്കെ ശിക്ഷ അനുഭവിക്കും. ഉറപ്പ്, ഉറപ്പാണ്. ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം. എന്നെ എറിഞ്ഞത് അവരല്ല, അത് മറ്റാരോ ആണ്. ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതുമല്ല. ഇല്ല സർ, സാറിന് തെറ്റുപറ്റിയതാണ്. അത് ജയൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. സുകുമാരക്കുറുപ്പാണെന്ന് കരുതി താൻ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4. കേട്ടോ? കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം. അത് മുഖത്ത് നോക്കി സംസാരിക്കണം. ജയനെ താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ജയനെ പോലെ ഒരാളെ അല്ല. ജയനെ താൻ കണ്ടോ? ഇല്ല സർ, ഇല്ല. ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാടുവിളക്കി വന്നിരിക്കുന്നത്. അധികം സ്മാർട്ട് ആകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോവും. മനസ്സിലായോ? ശരി സർ. തപ്പയ്ക്കോ. നിങ്ങളല്ലാതെ വല്ലവരും ഇയാളൊക്കെ പറയുന്നതായിട്ട് വിശ്വസിക്കൂ? സാർ, നിങ്ങൾക്കിതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുമോ സാർ? എന്തായാലും ഇത് മഹാബോറായി പോയി. വെറും ഒരു SIയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടി ചോദിക്കുക. ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി. ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. ഇവരെ ഒതുക്കേണ്ട സമയമായി. നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടണം. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ആലോചിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത്.
തുറന്ന മനസ്സോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി CM സംസാരിക്കും. ആദർശാധിഷ്ഠിതമായ ഒരു ഭരണ സമ്പ്രദായമാണ് ഈ മന്ത്രിസഭ ഇതുവരെ തുടർന്നു പോകുന്നത്. ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അടിവേരുകൾ നഷ്ടപ്പെട്ടു വരികയാണെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ കഴിവും വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലാണുള്ളത്. ആരാണവർ? നമ്മൾ തന്നെ. കഴിവുള്ള നമ്മളെല്ലാം അധികാരത്തിന്റെ കസേലകളിൽ കുത്തിയിരുന്നാൽ പാർട്ടി ആര് നയിക്കും? ആര് വളർത്തും? ഈ മന്ത്രി ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ ഗ്ലോറിഫൈഡ് മാനേജേഴ്സ് പോസ്റ്റ്. ഒരു IAS കാരന് ചെയ്യാനുള്ള പണിയേ ഇവിടെയുള്ളൂ. സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് വേണം നാം ഇനി പാർട്ടിയെ പടുത്തുയർത്തേണ്ടത്. ഹരിജനങ്ങൾ, ഗിരിജനങ്ങൾ, തൊഴിലാളികൾ, ചെറുകിട കർഷകർ, അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ, ഇവരുടെ എല്ലാം ആത്മാവ് ഇന്ന് പ്രതിപക്ഷങ്ങളുടെ കൂടെയാണ്. മന്ത്രി കസേരകൾ വലിച്ചെറിഞ്ഞ് നാം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഉയിരും തേജസ്സും തിരിച്ചു കിട്ടുകയുള്ളൂ. അവറാച്ചനെയും എന്നെയും കേശവപിള്ളയെയും പോലുള്ള വൃദ്ധന്മാർ ഈ വൈകിയ വേളയിൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിൽ അർത്ഥമില്ല. ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല. നിങ്ങളിൽ യുവരക്തവും ഊർജ്ജസ്വലതയുള്ളവരുണ്ട്, പ്രവർത്തനശേഷിയുള്ളവരുണ്ട്. രാഷ്ട്രം നിങ്ങളെ ഉറ്റുനോക്കുന്നു, പാർട്ടി നിങ്ങളെ ഉറ്റുനോക്കുന്നു, ജനങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു. അത് കണ്ടില്ല എന്ന് നടിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മഹാത്മാഗാന്ധിയും AKജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോയാൽ അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ആദ്യ ബാച്ച് എന്ന നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും ആഭ്യന്തരമന്ത്രി ശ്രീ മഹീന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാർ. എന്താ? പാർട്ടി പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ്. രാജിവെച്ചേ തീരൂ. ഏത് ഹൈക്കമാൻഡാ സാറേ? നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ, ഹൈക്കമാൻഡാണോ? എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ലെന്ന് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസേരയിലെത്തി. അത് സാറിനും അറിയാമല്ലോ. അതിന്റെ പലിശയെങ്കിലും ഞാനൊന്ന് ഈടാക്കട്ടെ. ഞാൻ ഒഴികെ ആർക്കും ധൈര്യമായിട്ട് രാജിവെക്കാം. മുടക്കൊന്നുമില്ലല്ലോ, സമ്പാദ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മന്ത്രിമാർ എങ്ങനെയാ സാറേ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്? ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ. അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ ചൊറിയും. എക്സ്ക്യൂസ് മീ, എനിക്ക് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണണം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നീ അംഗം കുറിച്ചോ? ശരിയായ കളി തുടങ്ങാറായി. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കാൻ സമയമായിരിക്കുന്നു. നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറയാതെ ഇനി പണം ചെലവഴിക്കരുത്. പൈസയ്ക്ക് ഇനി ധാരാളം ആവശ്യങ്ങൾ വരും. ശരി. നമ്മുടെ കൂടെ നിൽക്കുന്ന MLA-മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം. നാളെ രാത്രി തന്നെ. 20 പേരുണ്ടാവില്ലേ? ആ കൃഷ്ണദാസിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട്. ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവൻ. ഒരു 4 പേരെങ്കിലും അവന്റെ കൂടെയാണ്. പണം വാങ്ങുകയുമില്ല, നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല. ഒരുമാതിരി മൊരടൻ. അവന്റെ വീട് എവിടാണ്? പാർട്ടിക്കുള്ളിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ഞാൻ. മഹിക്ക് ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കും. നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല.
പത്രത്തിൽ വായിച്ചതാ. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാധാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ്. ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ MBA പഠിക്കുന്നു. ഇളയ കുട്ടികൾ ഊട്ടിയിൽ. ബോംബെയിൽ ഭാര്യയുടെ പേരിൽ 5 സ്റ്റാർ ബ്യൂട്ടി പാർലർ. സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തു കിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ പേടിക്കണ്ട. ഇല്ലെങ്കിൽ പേടിക്കണം. നാളെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക. ഗുഡ് നൈറ്റ്. ഈ 20 MLA-മാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വരാനുള്ള ഇടയുണ്ടാക്കരുത്. ഇല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഏതെങ്കിലും കാരണത്താൽ ഈ മന്ത്രിസഭ താഴെ വീണാൽ, അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തിയാൽ, അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ മന്ത്രിസഭ ഞാൻ ഉണ്ടാക്കും. നിങ്ങൾക്കെല്ലാം അർഹമായ സ്ഥാനങ്ങളും തരും. സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ വിൻസെന്റ് അല്ലേ? ഞാൻ ഹോം മിനിസ്റ്റർ മഹീന്ദ്ര വർമ്മയാണ്. ഇപ്പോൾ സമയം എത്രയായി? 7 മണി സാർ. ഇന്ന് രാത്രി തന്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകളിൽ ചില തൊഴിൽ കുഴപ്പങ്ങളുണ്ടാവും. പല ഉന്നതന്മാരും സഹായത്തിന് വിളിക്കും, ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും. നേരം വെളുത്ത് 6 മണി കഴിയുന്നവരെ താനോ തന്റെ പോലീസുകാരോ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഈ ഓർഡർ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അറിയാം സാർ. സസ്പെൻഷൻ. നോ, ഡിസ്മിസൽ. എന്തിനായി തൊഴിലാളികളെല്ലാം വിളിച്ചു വരുത്തിയത്? നമ്മൾ രഹസ്യ സംഭാഷണം എന്നല്ലേ പറഞ്ഞത്? ക്ഷമിക്കണം സാർ, ആ വാർത്ത എങ്ങനെയോ ചോർന്നു പോയി. ആ, വരും. Circle Inspector Mr. Osman, this is from Home Minister's residence. Yeah, good evening. Please hold the line. Minister wants you. ഞാനാ മഹീന്ദ്ര വർമ്മ. തെക്കുംകൂർ പ്ലാന്റേഷനിൽ എന്തോ തൊഴിൽ കുഴപ്പം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സർക്കിളിൽപ്പെട്ട ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരൊറ്റ പോലീസുകാരൻ പോലും അതിൽ ഇടപെടരുത്. എല്ലാ സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞേക്കൂ. വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? ഞങ്ങളെ അങ്ങനെ പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. അറിയാം, ഇത്തിരി പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ എഗ്രിമെന്റ് എടുക്കണം. രാജേശ്വരാ, പോലീസിനെ വിളിക്കേ. ഹലോ, അങ്ങനെ അങ്ങ് പോകരുത് സാറേ. ഞങ്ങളുടെ അരിപ്രശ്നം തീർത്തിട്ട് പോയാ മതി. സാർ അതോടെ എന്നാട്ടെ. സാറേ, ഒന്ന് വേഗം വേണം, സമയം പോകുന്നു. എല്ലാവരും ഒന്ന് മാറിയുന്നേ, സാർ ഉപ്പിടാൻ പോകുന്നു. ഒന്ന് മാറിയിക്കണ, സാറിന് വേർക്കുന്നു. സാറേ പ്ലീസ്, ഒരു മിനിറ്റ് നിൽക്കണേ. എവിടെയാ ഫോട്ടോഗ്രാഫർ? ഞാൻ വരുന്നു സാർ. ആ, എടുത്തു.
ഇനി ഒപ്പിട്ടോ സാർ. തെക്കുംകൂർ പ്ലാന്റേഷനിലെ തൊഴിൽ കുഴപ്പം തീർന്നു. മുഖ്യമന്ത്രിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. പരിഷ്കരിച്ച ശമ്പള നിരക്കുകളുടെ കരാർ മുഖ്യമന്ത്രി ഒപ്പുവെക്കുന്നു. സമീപത്ത് യൂണിയൻ നേതാവ് ഗർല ചന്ദ്രൻ. ഡാ കഴിവറട മോനെ. തൃപ്തിയായോടാ അവനക്ക്? അയ്യോ സാർ, ഇതെന്തു പറ്റി? ആകെ വല്ലാതിരിക്കുന്നല്ലോ. അഭിനയം വേണ്ട. കൊച്ചനെ, എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു. നീയും നിന്റെ തന്തത്തമ്പുരാനും ശരിയായ MS നായരെ കണ്ടിട്ടില്ല. എടാ, കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായോടാ ഞാൻ. നീ കളിച്ചതിനേക്കാൾ വൃത്തികെട്ട കളി കളിക്കാൻ എനിക്കറിയാം. ഇന്ന് ഈ നിമിഷം രാജിക്കത്ത് എഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് പിരിയാം. ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല. നശിച്ച തോട്ടവും തിരികെ തന്നേക്കാം. സ്വയം രാജിവെച്ച് ഒഴിയുന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. എന്നെ വെള്ളത്തിലിറക്കിയിട്ട് ഈ വഞ്ചി തുഴയാമെന്ന് സാർ വ്യാമോഹിക്കണ്ട. ഈ വള്ളം ഞാൻ മുക്കും. 20 MLA-മാർ എന്റെ കയ്യിലാണ്. സോറി, 21 ഭരണകക്ഷി MLA-മാർ എന്റെ കയ്യിലാണ്. എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും. ഈ വള്ളം മുങ്ങും. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും. ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ. ഞാൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും. എനിക്ക് മേല് കീഴ് നോക്കാനില്ല. നിങ്ങൾ കവലച്ചട്ടമ്പയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ്. പങ്ക എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ. 10 ദിവസമേ ചിലപ്പോ എനിക്ക് ഭരിക്കാൻ കിട്ടൂ. 10 എങ്കിൽ 10. നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിയിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാ മതി. വരട്ടാതടാ, നീ കളി അറിയാവുന്നവനാണ്. തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്കിഷ്ടം. കാണാം. ഇരുപതില്ലെങ്കിലും ഒരു 15 MLA-മാരെങ്കിലും അവന്റെ കൂടെയുണ്ട്. ഞാൻ അന്വേഷിച്ചു. നിന്ന നിലയിൽ ഇനി അവരെയൊക്കെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല സാർ. മാർഗമുണ്ട്. ഒരേ ഒരു മാർഗം. മഹീന്ദ്രനെയും ജയനെയും കൊന്നുകളയും. രാജശേഖര, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇന്ന് തിങ്കളാഴ്ച, വ്യാഴാഴ്ചയാണ് നമ്മുടെ തോട്ടത്തിലെ പ്ലാന്റേഷൻ തുടങ്ങുന്നത്. നാളെ ബോംബെയിൽ നിന്നും കമ്പനിയുടെ ആൾക്കാർ വരും. ആ ജയൻ ജീവിച്ചിരുന്നാൽ വ്യാഴാഴ്ച ഉദ്ഘാടനം നടക്കില്ല. മഹി ആഭ്യന്തരമന്ത്രിയെ തുടർന്നാൽ പോലീസ് പോലും മറ്റവരുടെ ഭാഗത്തായിരിക്കും. സ്വയം രാജിവെക്കാൻ പറഞ്ഞാൽ അവൻ ചെയ്യില്ല. ഡിസ്മിസ് ചെയ്യാമെന്ന് വെച്ചാൽ അവൻ ഈ മന്ത്രിസഭ പൊളിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ബോംബെ കമ്പനി അറിയുന്നതിന് മുമ്പ് ഒതുക്കണം. ഇനി അതൊക്കെ പോട്ടെ. മഹി ഇങ്ങനെ തുടർന്നാൽ സാറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും? ഞങ്ങളുടെയൊക്കെ ഗതി എന്താവും? വേറെ മാർഗമൊന്നുമില്ല ചേട്ടാ. ഇത് ചെയ്തേ പറ്റൂ. എവിടെ രാജയൻ? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? നമ്മുടെ ബാബുവിനെ കാണുന്നില്ല. അവൻ എന്ത് പറ്റി? ഞാൻ അവനെ കുറച്ച് രൂപ എടുക്കാൻ ബാങ്ക് വിട്ടതാ. ഈവനിങ് കൗണ്ടറിൽ ഇതുവരെ എത്തിയില്ല. പേടിച്ചു പോയല്ലോ. അവനിങ്ങി വരും. അങ്ങനെയല്ലടാ, അവൻ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞു. അവൻ ഇങ്ങനെ താമസിക്കാറുള്ളതല്ല. തന്നെയുമല്ല, ദാ ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. കാവലിരുന്ന പോലീസുകാരെ കാണുന്നില്ല, ഡ്രൈവർമാരെ കാണുന്നില്ല, അടുക്കളക്കാരെയും കാണുന്നില്ല. ഈ വീട്ടിലാകെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി, ഐജിയെ വിളിക്കൂ.
ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. റോങ് നമ്പർ ആയിരിക്കും. കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിക്കൂ. ഹലോ ഹലോ, ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ആ പേഴ്സണൽ ഫോൺ എടുക്കൂ. ഹലോ ഹലോ, ജയന. എന്താ ചെയ്യാ? മഹി, നിനക്കെന്തോ കുഴപ്പം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ബാബുവിനെ ആരോ ചിലർ ബലമായി കാറിൽ കയറ്റിക്കൊണ്ട് എപ്പോ? 2 മണിക്കൂർ മുമ്പ് എന്റെ ആളുകൾ കണ്ടതാണ്. കഴിയുന്നതും വേഗം അവിടുന്ന് നീ രക്ഷപ്പെടണം. ആരോ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് നമുക്ക് ഹലോ 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 ഹലോ. ഇതും കട്ടായി. ആരോ കട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. നമ്മുടെ സർവ്വ സാധനങ്ങൾ പാക്ക് ചെയ്യും. മഹിയും ലക്ഷ്മിയും വന്നാലുടൻ അവരെയും കൂട്ടി നമുക്ക് സ്ഥലം വിടണം. ബാബുവിനെ അവർ പിടിച്ച സ്ഥിതിക്ക് ഈ സ്ഥലവും അവരറിഞ്ഞാണ്. നമ്മളിനി എങ്ങോട്ട് പോകും? ചന്ദ്രന്റെ അടുത്തേക്ക്.